Hello guys, welcome back to my channel. ഇന്ന് നമ്മൾ ബണ്ണ് വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു റെസിപ്പി ഞാൻ വാട്സാപ്പിൽ സ്റ്റാറ്റസ് വെച്ചപ്പോൾ ഒരുപാട് മെസ്സേജസ് വന്ന ഒരു റെസിപ്പി കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോട്ട് സ്റ്റൈൽ ബൈ മുന്നാസാദിq. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബണ്ണ് എടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു 8 ബണ്ണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കണം. അപ്പോൾ ഞാനൊരു കത്തി വെച്ചിട്ടാണ് ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകൾ ഭാഗം ഒഴിവാക്കരുത്, അത് നമുക്ക് ആവശ്യമുണ്ട്. ബണ്ണിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലൊരു സ്പേസ് റെഡിയാക്കണം. കൈകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ നല്ല നീറ്റായിട്ട് കറക്റ്റായിട്ട് നമുക്ക് ഒരു സ്പേസ് ഉണ്ടാക്കാം. ഇത് നമ്മൾ ഫില്ലിങ്സ് ഇതിൻ്റെ ഉള്ളിലാണ് വെച്ച് കൊടുക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ ബാക്കിയുള്ള ബണ്ണ് കൂടി ഇതുപോലെ ഇങ്ങനെ ആക്കി റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇനി ഫില്ലിങ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. 8 ബണ്ണിന് ഞാനിവിടെ 2 എഗ്ഗാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡറും ആവശ്യത്തിന് സോൾട്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് പിസ്സ സോസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് പിസ്സ സോസ് ഇല്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ മയോണൈസോ എന്തോ ആവട്ടെ, നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത ഓണിയനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ മിക്സ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലാം കുത്തി നിറയ്ക്കാതെ സ്പേസിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഫൈനലായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചീസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് മൊസറല്ല ചീസാണ്, നമ്മുടെ അടുത്ത് ഏത് ചീസാണുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ പീസും കൂടി വെച്ച് കൊടുത്താൽ സംഭവം റെഡി. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറും കൂടി ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ തന്നെ വേണമെന്ന് നിർബന്ധമില്ല, നിങ്ങളുടെ അടുത്ത് ഓയിലാണെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാൽ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരുപാട് നേരമൊന്നും വേണ്ട, ആ ചീസൊന്ന് മെൽറ്റായി കിട്ടുന്നത് വരെ മതി. അപ്പോൾ ഞാനൊരു പാനിലേക്ക് 1 ക്യൂബ് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബണ്ണും ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. നമ്മൾ ഓപ്പൺ ചെയ്ത ഭാഗം അടിയിൽ വരുന്ന വിധത്തിൽ ബണ്ണ് വെച്ച് കൊടുക്കുക. ഇതെന്തിനെന്ന് വെച്ചാൽ വിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊരു 5 മിനിറ്റ്സ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഉള്ളിലുള്ള ചീസൊന്ന് പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്, പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിടരുത്, കാരണം ബണ്ണാണ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിലായി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ സ്റ്റഫ്ഡ് ബൺ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ നല്ല ഹെവി ആയിട്ട് തോന്നുമെങ്കിലും സംഭവം സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി കിഡ്സിന് മാത്രമല്ല മുതിർന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.